Everyone, welcome to our class. Our next lesson is a beautiful poem by Rudyard Kipling, If. The poem If by the Indian-born British Nobel laureate poet Rudyard Kipling is a poem of ultimate inspiration. It is written in the form of paternal advice to the poet's son John. He is best known for his poems and short stories set in India during the period of British imperial rule. He wrote Jungle Book, an iconic collection of stories about animals. നമ്മളുടെ അടുത്ത ലെസൺ, അടുത്ത ചാപ്റ്റർ ഉള്ള വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പോമാണ് ഇഫ്. ഇത് റഡ്യാർഡ് കിപ്ലിംഗ് എന്ന ഒരു ഇന്ത്യൻ ബോൺ ഇംഗ്ലീഷ് റൈറ്ററുടേതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പോയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മുഴുവനും ഒരു ഉപദേശ രൂപേണ, ഒരച്ഛൻ മകന് നൽകുന്ന ഉപദേശ രൂപേണയുള്ള ഒരു പോമാണിത്. അപ്പോൾ അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. ജംഗിൾ ബുക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം അത് ഇദ്ദേഹത്തിൻ്റേതാണ് ഈ ജംഗിൾ ബുക്ക് എന്ന് പറയുന്ന ഈ അനിമൽസിനെ കുറിച്ചുള്ള ആ ഒരു സ്റ്റോറി. അപ്പോൾ നമുക്ക് പോയത്തിനകത്തേക്ക് വരാം. ഓക്കെ, ലെറ്റ്സ് കം ടു ദ പോം ഇഫ് ബൈ റഡ്യാർഡ് കിപ്ലിംഗ്. If is a didactic poem which suggests the idea of conditional fulfillment, where the poet describes the traits of the perfect man. Poet is describing the qualities, the virtues of a perfect human being. It is a didactic poem. Didactic means teaching a something, certain advice. ഉപദേശ രൂപേണ ഉള്ള ഒരു പോമാണിത്. അപ്പോൾ ഒരു പക്ഷേ പോയിറ്റിൻ്റെ മകന് കൊടുക്കുന്ന ചില അഡ്വൈസ് ആകാം, ചില കണ്ടീഷൻസ് ആകാം, അല്ലെങ്കിൽ ഒരു ഫാദർലി അഡ്വൈസ് എന്ന് നമുക്ക് ആ രീതിയിൽ നമുക്കിതിനെ കാണാം. ഫസ്റ്റ് സ്റ്റാൻസ. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു ആർ ലൂസിങ് ദേഴ്സ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് വെൻ ഓൾ മെൻ ഡൗട്ട് യു ബട്ട് മേക്ക് അലവൻസ് ഫോർ ദർ ഡൗട്ടിങ് ടു. ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയർഡ് ബൈ വെയിറ്റിംഗ് or being lied about, don't deal in lies. Or being hated, don't give way to hating, and yet don't look too good nor talk too wise. If you can keep your head means keep calm, shantata. And when all about you, all around you are losing theirs and blaming it on you. Blame ചെയ്യുക, accuse ചെയ്യുക, ആരോപിക്കുക. നിനക്ക് ചുറ്റുമുള്ളവർ ഒരു പക്ഷേ അക്ഷമരായിട്ട് സംഘർഷഭരിതരായി കാണപ്പെട്ടേക്കാം, അതിൻ്റെ കുറ്റം നിന്നിൽ ആരോപിച്ചേക്കാം. പക്ഷെ നീ എന്ത് ചെയ്യരുത്? ശാന്തത കൈവെടിയരുത്. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് വെൻ ഓൾ മെൻ ഡൗട്ട് യു ആൻഡ് മേക്ക് അലവൻസ് ഫോർ ദർ ഡൗട്ടിങ് ടു. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ്, നീ നിന്നിൽ 100% വിശ്വാസമുള്ളവനായി ആണെങ്കിൽ, വെൻ ഓൾ മെൻ ഡൗട്ട് യു, അവർ നിന്നെ സംശയിച്ചാലും നിനക്ക് പ്രശ്നമല്ല. ബട്ട് മേക്ക് അലവൻസ് ഫോർ ദർ ഡൗട്ടിങ് ടു. പക്ഷേ അവരുടെ സംശയത്തിൽ എന്തെങ്കിലും കാരണമുണ്ടോ, എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നടത്തുന്നതും നന്നായിരിക്കും. ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയർഡ് ബൈ വെയിറ്റിംഗ് ഓർ ബീങ് ലൈഡ് അബൌട്ട്, ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. ഇഫ് യു ക്യാൻ വെയിറ്റ്, അവിടെ വെയിറ്റിൻ്റെ മീനിങ് പേഷ്യൻ്റാണ്, PATIENT, പേഷ്യൻസ്. നമുക്കൊരു അല്പം ക്ഷമയുള്ളത് നല്ലതാണ്. നോട്ട് ബി ടയർഡ് ബൈ വെയിറ്റിംഗ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിൽ നമ്മുടെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ കുറച്ച് ക്ഷമ നമുക്ക് ആവശ്യമാണ്. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കോളണം നിർബന്ധമില്ല. അപ്പോൾ അവിടെ എന്താ, വളരെ ക്ഷമയോടുകൂടി നീ കാത്തിരിക്കണം. ആൻഡ് ബീങ് ലൈഡ് അബൌട്ട്, ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. ഒരു പക്ഷേ ലോകം മുഴുവനും നിന്നെക്കുറിച്ച് കളവ് പറഞ്ഞേക്കാം. അവിടെ എന്ത് ചെയ്യരുത്? അതിന് വേണ്ടിയിട്ട് നീ ഒരു കളവ് പറയരുത്. അപ്പം നീ നിന്നിലെ ക്വാളിറ്റീസിൽ എപ്പോഴും വളരെ ശ്രദ്ധാലുവായിരിക്കണം. ബീങ് ഹേറ്റഡ്, ഡോണ്ട് ഗീവ് വേ ടു ഹേറ്റിംഗ്. ഒരു പക്ഷേ അവരെല്ലാം നിന്നെ ഹേറ്റ് ചെയ്യുന്നവർ വെറുത്തേക്കാം, പക്ഷെ നീ അവരെ വെറുക്കാൻ പാടില്ല. ഡോണ്ട് ലുക്ക് ടു ഗുഡ് നോട്ട് ടോക്ക് ടു വൈസ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഡോണ്ട് ലുക്ക് ടു ഗുഡ്, നീ ഒത്തിരി അങ്ങ് വളരെ എല്ലാ ക്വാളിറ്റീസും തികഞ്ഞ ഒരു അവതാരമാണ് എന്നുള്ള രീതിയിൽ ഷോ എടുക്കേണ്ട ആവശ്യമില്ല. നോട്ട് ടോക്ക് ടു വൈസ്, വളരെ ബുദ്ധിമാനാണെന്ന് നടിക്കേണ്ട ആവശ്യമില്ല. ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ.
If you can think, not make thoughts your aim. If you can meet with the triumph and disaster and treat those two impostors just the same. If you can bear to hear the truth you have spoken, twisted by knaves to make a trap for fools, or watch the things you gave your life to broken and stoop and build them up with worn out tools. If you can dream and not make dreams your master. ഒരു പക്ഷേ നീ ഒരു വലിയ അംബീഷൻ, വലിയൊരു ഗോളായിരിക്കാം നിൻ്റേത്, വലിയൊരു ലക്ഷ്യമുള്ളയാളായിരിക്കാം. ഇഫ് യു ക്യാൻ തിങ്ക് ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം. നമ്മളതിനെക്കുറിച്ച് പല പ്രാവശ്യം ചിന്തിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസിനെക്കുറിച്ച്, നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിച്ച് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. അവിടെ നമുക്ക് എന്ത് പറ്റും? നമ്മുടെ സമയവും നഷ്ടമാണ്, നമ്മുടെ പ്രവർത്തിക്കാനുള്ള നമ്മുടെ ഊർജ്ജവും നഷ്ടമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളതിനെ പ്രാക്ടിക്കലാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം. അപ്പോൾ എന്താണോ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഡ്രീം എന്താണോ, ആ ഡ്രീമിലെത്താൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കാൻ നീ മാക്സിമം ശ്രദ്ധിക്കുക. അതിനുള്ള ഹാർഡ് വർക്കിങ്, അതിൻ്റെ എഫേർട്ട്, അപ്പോൾ അതിന് നീ എപ്പോഴും ശ്രദ്ധിക്കുക. നല്ല എഫേർട്ട് എടുത്താൽ മാത്രമാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. അല്ലാണ്ട് വെറുതെ ചിന്തിച്ച് സമയം കളഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ, ട്രയംഫ് സക്സസ് ആൻഡ് ഫെയില്യൂർ. അവിടെ 2 T ക്യാപിറ്റൽ D ക്യാപിറ്റൽ. സക്സസ് ആൻഡ് ഫെയില്യൂർ. അപ്പോൾ വിജയവും ഉണ്ടാവും, ജീവിതമാണ്, വിജയം ഉണ്ടാവും, പരാജയം ഉണ്ടാവും. വിക്ടറി അല്ലേ, വിജയം ഉണ്ടാവും, പരാജയം ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം? ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ്. ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചീറ്റാണ്. അപ്പോൾ അവർ രണ്ടുപേരും കള്ളന്മാരാണ്, രണ്ടുപേരും ചതിയന്മാരാണ്. ആര് രണ്ടുപേരും? ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ഉണ്ടോ? അവർ രണ്ടുപേരും, വിജയവും പരാജയവും. നമുക്ക് അവർ രണ്ടുപേരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയാൻ കാരണം എന്താണ്? രണ്ടുപേരും പെർമനൻ്റ് അല്ല, അവർ ടെമ്പററിയാണ് അല്ലേ. ചെറിയ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? അമിതമായിട്ട് അതിൽ ആഹ്ലാദിച്ച് നമ്മളതിനെ നമ്മുടെ വലിയ വിജയത്തിലേക്കുള്ള നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള നമ്മുടെ കഴിവിനെ ചോർത്തിക്കളയരുത്. അതുപോലെ ചെറിയ പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴത്തേനും ഓവർ സോറോയും ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെട്ട് സമയം കളഞ്ഞിട്ടും കാര്യം, എന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ എനിക്കതിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എൻ്റെ സ്വപ്നങ്ങളൊന്നും എനിക്ക് അതിലെത്തിച്ചേരാൻ പറ്റില്ല എന്നുള്ള ആ ഒരു സങ്കടവും വേണ്ട. കാരണം ഇത് രണ്ടും ടെമ്പററിയാണ്. ഓർത്തോളം, ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ആർ നോട്ട് പെർമനൻറ്റ്, ദേ ആർ ടെമ്പററി, നൈമിഷികമാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ നേടിയിരിക്കുന്ന എല്ലാ നേട്ടങ്ങളും ലൈഫ് ലോങ് അല്ല. അത് ചിലപ്പം അടുത്ത നിമിഷത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. അല്ലെ നമ്മുടെ ഇതെല്ലാം പരാജയങ്ങളുമല്ല, നമുക്ക് ചിലപ്പോൾ വീണ്ടും നേടാൻ പറ്റും. ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ്. ആ 2 കള്ളന്മാരെയും ആ 2 ചതിയന്മാരെയും ഒരേ കണ്ണുകളോടെ കാണാൻ പഠിക്കണം. ഒന്നും പെർമനൻ്റ് അല്ല എന്ന് മനസ്സിലാക്കണം. ഇഫ് യു ക്യാൻ ബെയർ ടു ഹിയർ ദ ട്രൂത്ത് യു ഹാവ് സ്പോക്കൺ, ട്വിസ്റ്റഡ് ബൈ നേവ്സ് ടു മേക്ക് എ ട്രാപ്പ് ഫോർ ഫൂൾസ്. ഇഫ് യു ക്യാൻ ബെയർ ടു ഹിയർ, നിനക്ക് സഹനശക്തി ഉണ്ടാകണം. ഏതിനുള്ളത്? ദ ട്രൂത്ത് യു ഹാവ് സ്പോക്കൺ, ട്വിസ്റ്റഡ് ബൈ നേവ്സ്. നേവ്സ് എന്ന് പറഞ്ഞാൽ ഡിസോണസ്റ്റ് പീപ്പിൾ, കള്ളന്മാർ. എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? നീ പറഞ്ഞ സത്യങ്ങളെ വളച്ചൊടിച്ച് വികൃതമാക്കാനുള്ള സാധ്യതയുണ്ട്. ടു മേക്ക് എ ട്രാപ്പ് ഫോർ ഫൂൾസ്. അതിൽ ചെന്ന് പെടുന്ന ആരാണ്? വെറും വിഡ്ഢികളാണ്, ഫൂൾസാണ്. അപ്പം നീ എന്ത് ചെയ്യരുത്? അങ്ങനെയുള്ള നേവ്സിൻ്റെ ട്രാപ്പിലൊന്നും പോയി പെടരുത് എന്ന് പറഞ്ഞാൽ, അങ്ങനെയൊക്കെ ആളുകൾ പലതും പറയും, നമ്മൾ ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സത്യം ചെയ്യാൻ, അല്ലെങ്കിൽ സത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലാണ്ട് ലോകം മുഴുവൻ എന്താണ് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഓർ വാച്ച് ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു ബ്രോക്കൺ ആൻഡ് സ്റ്റൂപ്പ് ആൻഡ് ബിൽഡ് ദം അപ്പ് വിത്ത് വോൺ ഔട്ട് ടൂൾസ്. വാച്ച് ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു ബ്രോക്കൺ ചെയ്യാൻ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. ഏത് തകർന്നു? ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ്. നീ ഇതുവരെ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ച, അല്ലെങ്കിൽ നിൻ്റെ സംരംഭങ്ങളിലേക്ക്, അല്ലെങ്കിൽ നിൻ്റെ ലക്ഷ്യത്തിലേക്ക് നീ എത്താനായിട്ട് നീ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അത് അടിഞ്ഞേക്കാം അല്ലേ. അതെല്ലാം ശരിയായിക്കൊള്ളും നിർബന്ധമില്ല. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ചിലപ്പോൾ മാർഗ്ഗ തടസ്സങ്ങളൊക്കെ വരും.
ആ തടസ്സങ്ങളെ അല്ലെങ്കിൽ ആ തകർച്ചയെ നീ സമചിത്തതയോടെ കണ്ടിട്ട് എന്ത് ചെയ്യണം? സ്റ്റൂപ്പ് ആൻഡ് ബിൽഡ് അപ്പ് വിത്ത് വോൺ ഔട്ട് ടൂൾസ്. അവിടെ പതുക്കെ നീ എന്ത് ചെയ്യണം? റീബിൽഡ് ചെയ്യണം. അതിനെ വീണ്ടും നീ ഒരു പുനർജീവനം കൊടുക്കണം, അല്ലെങ്കിൽ വീണ്ടും പുനർനിർമ്മാണം നടത്തണം. എന്തുപയോഗിച്ച്? വിത്ത് വോൺ ഔട്ട് ടൂൾസ്. വോൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യമായ ആ ടൂൾസ്. ഉപയോഗശൂന്യമായ എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗശൂന്യമായി നല്ല അർത്ഥം. നമ്മൾ ഇതുവരെ ഏത് ഉപകരണങ്ങൾ, അല്ലെങ്കിൽ അവിടെ ഒരു അല്പം ഒരു ഇതായിട്ട് പിന്നെ പോയിട്ട് പറഞ്ഞേക്കുകയാണ്, നമ്മുടെ ഉപകരണമല്ല, ഒരുപക്ഷെ നമ്മുടെ സ്കിൽസാണ്, നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ സ്കിൽസ്, നമ്മുടെ ബ്രെയിൻ, നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത് ആൻഡ് ഫിസിക്കൽ സ്ട്രെങ്ത്, അതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇതുവരെ ഇത്രയും കാര്യങ്ങൾ നേടിയത്. അതൊരു പക്ഷേ ഒന്നിൽ തെറ്റാണെന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അത് പരാജയമായേക്കാം, അല്ലെങ്കിൽ അത് ചിലപ്പം തകർന്നു പോയേക്കാം. അപ്പം അത് സിറ്റുവേഷൻ അനുസരിച്ച് സ്യൂട്ട് ചെയ്യുന്നു. അവിടെ എന്ത് ചെയ്യണം നമ്മൾ? അത് തകർന്നു പോയല്ലോ, എന്നാൽ ഇനി എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല ഇതൊന്നും, ഞാൻ ഇനി എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയാണ് എന്നല്ല. ചിലപ്പം 10-15 പ്രാവശ്യം ശ്രമിക്കുമ്പോഴായിരിക്കാം നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്, അല്ലേ? വലിയ മഹാന്മാരെല്ലാം 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം പരാജയപ്പെട്ടാലൊന്നും അവരവിടെ നിർത്തി ഇതെന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്ന് പോവുമല്ല. ആ പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളും. എന്തുകൊണ്ട് പരാജയപ്പെട്ടു, മനസ്സിലായോ? അപ്പോൾ ആ പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഒരു വോൺ ഔട്ടാണ്, അതൊരു പക്ഷേ ഉപയോഗശൂന്യമായി. പക്ഷേ അതിൽ നിന്ന് നമുക്ക് കുറച്ച് ലെസൺസ് എടുക്കാം. എന്തുകൊണ്ടാണ് ഇത് പരാജയമായത്? അപ്പം നമുക്ക് അതാണ് നമ്മുടെ വോൺ ഔട്ട് ടൂൾസ്. അപ്പം നമ്മുടെ അർപ്പണബോധം, നമ്മുടെ ബുദ്ധി, നമ്മുടെ ശക്തി, ഇതെല്ലാം നമ്മൾ അതിനകത്തേക്ക് ഉപയോഗിച്ചു. അത് പരാജയപ്പെട്ടതിൻ്റെ കാരണം മനസ്സിലാക്കി നമ്മൾ അതിനെ ഒന്നും കൂടെ പോളിഷ് ചെയ്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പ്രയാണം തുടരുക. അക്ഷീണം പ്രയാണം തുടരുക, അതാണ് ആ ലൈൻസ് മീൻ ചെയ്യുന്നത്. അവിടെ ആ 2 ലൈനും ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ആൻഡ് ട്രീറ്റ് ദോസ് 2 ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. ആ 2 പേരും കള്ളന്മാരാണ്. ജയവും പരാജയവും രണ്ടും പെർമനൻ്റ് അല്ല, ടെമ്പററി ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഭൗതിക നിലവാരം ഉണ്ടാകണം, ബോധം ഉണ്ടാകണം. പിന്നെ ഇതും അത് തന്നെയാണ്. യു ഗേവ് യുവർ ലൈഫ് ടു. നമ്മൾ ഇതുവരെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി പായാനായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തു വച്ചിട്ടുണ്ടാവും. അതൊക്കെ ചിലപ്പം പരാജയങ്ങളായി തീർന്നേക്കാം. എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? പാഠങ്ങൾ ഉൾക്കൊള്ളണം. എന്തുകൊണ്ടാണ് അത് പരാജയപ്പെട്ടത്? അത് പരാജയപ്പെട്ട സംഭവമാണ്, അപ്പോൾ വോൺ ഔട്ടാണ്. ആ പരാജയപ്പെട്ട സംഭവത്തിൽ നിന്ന് നമുക്ക് ചില ലെസൺസ് ഉൾക്കൊള്ളാം. ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് വിജയത്തിലേക്ക് നമ്മൾ ആ സെയിം മെൻ്റൽ സ്ട്രെങ്തും ഫിസിക്കൽ സ്ട്രെങ്തും അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസും ടാലൻസും പൊട്ടൻഷ്യലും എല്ലാം നമ്മൾ ഒന്ന് പോളിഷ് ചെയ്ത് മിനുക്കിയെടുത്ത് നമ്മൾ വീണ്ടും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുക. If you can make one heap of all your winnings and risk it on one turn of pitch and toss, and lose and start again at your beginning. Never breathe a word about your loss. If you can force your heart, nerve and sinew to serve your turn long after they are gone, and so hold on when there is nothing in you except the will which says to them, hold on. ആ വില്ല്, ലാസ്റ്റ് ലൈനിലെ വില്ല് ക്യാപിറ്റലാണ്, ഹോൾഡ് ഓണും ക്യാപിറ്റലാണ്. വെരി ബ്യൂട്ടിഫുൾ ലൈൻസ്. Beautiful as well as meaningful lines. If you can make one heap of all your winnings and risk it on one turn of pitch and toss and lose. Now, നീ ഉണ്ടാക്കിയിരിക്കുന്നെല്ലാം, നീ ഇതുവരെ നേടിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഹീപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കൂമ്പാരം കൂട്ടിയിടുന്നതിനാണ് ഹീപ്പ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിൻ്റെ നേട്ടങ്ങളെല്ലാം എന്നുള്ള മീനിങ്ങേ ഉള്ളവിടെ. നീ ഇതുവരെ നേടിയിരിക്കുന്നതെല്ലാം എന്താണ്? ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ, റിസ്ക് എടുക്കുക, അല്ലേ? റിസ്ക് ഇറ്റ് ഓൺ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ്. പിച്ച് ആൻഡ് ടോസ് ശരിക്കും പറഞ്ഞാൽ നാണയം കൊണ്ടുള്ള, അല്ലേ? നിങ്ങൾക്ക് ടോസ് നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പം നാണയം കൊണ്ടുള്ള ഭാഗ്യപരീക്ഷണമാണ്, അല്ലേ? അപ്പോൾ ഇവിടെ ശരിക്കും ഗാംബ്ലിംഗ് ആണ്, ചൂതുകളിയാണ് ശരിക്കും ഇവിടെ ഈ പിച്ച് ആൻഡ് ടോസ് എന്ന് റൈറ്റർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ എന്നുവെച്ചാൽ എല്ലാം നഷ്ടപ്പെട്ടു പോവുക, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആൻഡ് ലൂസ്, നമുക്കെല്ലാം നമ്മൾ നേടിയിരിക്കുന്ന നേട്ടങ്ങളെല്ലാം നിമിഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെടാൻ പറ്റുന്നതേ ഉള്ളൂ. ഏതുപോലെ? ഒരു ഗാംബ്ലിങ്ങിലെ പോലെ, ചൂതുകളി പോലെ ചിലപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടേക്കാം. സ്റ്റാർട്ട് എഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്.
നീ എന്തിനു വേവലാതിപ്പെടണം? നീ നിൻ്റെ ശക്തി കൊണ്ട്, നിൻ്റെ ബ്രെയിൻ പവർ, നിൻ്റെ മെൻ്റൽ സ്ട്രെങ്ത്, ഫിസിക്കൽ സ്ട്രെങ്ത് അതുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സംഭവങ്ങളെല്ലാം, നേട്ടങ്ങളെല്ലാം ഒരു പക്ഷേ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ നീ എന്ത് ചെയ്യരുത്? തളരരുത്. സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. ഒന്നും കൂടെ പെട്ടെന്ന് തുടങ്ങിക്കോളൂ. നെവർ ബ്രീത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. നിൻ്റെ നഷ്ടത്തെക്കുറിച്ച് നീ കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഉണ്ടാക്കിയത് നീ തന്നെ. നിൻ്റെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ട് നീ ഉണ്ടാക്കി, അല്ലെങ്കിൽ നിൻ്റെ ടാലൻസ്, നിൻ്റെ സ്കിൽസ് അതുകൊണ്ട് നീ ഉണ്ടാക്കി. അത് ഒരു പക്ഷേ നഷ്ടപ്പെടും. നമുക്ക് സ്വാഭാവികമായിട്ട് അതിനെ കരുതണം. കാരണം എന്താ? ട്രയംഫും ഡിസാസ്റ്ററും ടു ഇമ്പോസ്റ്റേഴ്സ് ഉള്ളേ. ദേ ആർ നോട്ട് പെർമനൻറ്റ്, ദേ ആർ ടെമ്പററി. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? വെയിറ്റ്. നമ്മൾ ഒന്നും കൂടെ ഹാർഡ് വർക്ക് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? സ്റ്റാർട്ട് എഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്. ഒന്നുകൂടെ ആദ്യം തൊട്ട് തുടങ്ങിക്കോളൂ. നെവർ ബ്രീത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. അതിൻ്റെ ആവശ്യമേ ഇല്ല. നീ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല. പിന്നെയല്ലേ കൊട്ടിഘോഷിക്കേണ്ട ആവശ്യം. യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട്, നെർവ് ആൻഡ് സിനിയു. സിനിയു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കോടെന്നുള്ള മീനിങ് ആണ്. പക്ഷേ ഇവിടെ ഈ ഹാർട്ട്, നെർവ് ആൻഡ് സിനിയു എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്രെയിൻ പവർ, നമ്മുടെ ഫിസിക്കൽ എഫേർട്ട്, നമ്മുടെ സ്കിൽസ്, നമ്മുടെ ടാലൻസ്, നമ്മുടെ പൊട്ടൻഷ്യൽ അതെല്ലാം കൂടെ ചേർന്ന ഒരു സംഭവമാണത്. നമ്മുടെ പൊട്ടൻഷ്യൽ, സ്കിൽസ്, ടാലൻസ്, പിന്നെ ഫിസിക്കൽ, മെൻ്റൽ എല്ലാ സ്ട്രെങ്ത്തും ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ. ഒരു പക്ഷേ നമ്മൾ ഒരല്പം പേഷ്യൻസോടുകൂടി നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. പോണൊക്കെ പൊക്കോട്ടെ. ആൻഡ് സോ ഹോൾഡ് ഓൺ വെൻ ദർ ഇസ് നത്തിങ് ഇൻ യു എക്സെപ്റ്റ് ദ വിൽ വിച്ച് സെസ് ടു ദം ഹോൾഡ് ഓൺ. നീ തളരരുത്, പിടിച്ചു നിൽക്കണം. ഹോൾഡ് ഓൺ. ആ ഹോൾഡ് ക്യാപിറ്റലാണ് വെച്ച്. വില്ലും അതുപോലെ തന്നെ. വില്ലെന്ന് പറഞ്ഞാൽ അവിടെ മീനിങ് എന്താ? നമ്മുടെ മെൻ്റൽ സ്ട്രെങ്താണ്, നമ്മുടെ ഡിസയർ, ആ ബേണിങ് ഡിസയറിനാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ വില്ല്. ഇച്ഛാശക്തി എന്നൊക്കെ നമ്മൾ പറയില്ല, ആ സാധനമാണ് അവിടെ വില്ല്. അപ്പോൾ ആ ഒരു അത് മാത്രം, വേറെ എല്ലാം പൊക്കോട്ടെ, അല്ലേ? എല്ലാം നശിച്ചു പോക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറ്റും. ഇനി നമുക്കൊരു ഇത് വേണം, നമുക്കൊരു ആത്മശക്തി വേണം, ഒരു ആത്മബലം വേണം. നഷ്ടപ്പെടുന്നതൊക്കെ നഷ്ടപ്പെടും, ഞാനിതെല്ലാം തിരിച്ചു പിടിക്കും, അല്ലെ തിരിച്ചു നേടിയെടുക്കും എന്നുള്ള ആത്മബലമാണ് അവിടെ വില്ല്. ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വെർച്യൂ, വാക്ക് വിത്ത് ദ കിങ്സ് nor lose the common touch. If neither foes nor loving friends can hurt you, if all men count with you but none too much, if we can fill the unforgiving minute with 60 seconds worth of distance run, then yours is the earth and everything that's in it. Which is more, you will be a man, my son. ഒരു എക്സ്ക്ലമേഷൻ മാർക്കാണല്ലേ അവിടെ. ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ്പ് യുവർ വെർച്യൂ. അവിടെ ക്രൗഡ്സ് മീൻ കോമൺ പീപ്പിൾ, സാധാരണക്കാർ, അല്ലേ? സൊസൈറ്റിയിൽ എല്ലാ തരം ആളുകളുണ്ടാവുമല്ലോ. നമ്മൾ ഇടപെടുന്ന സൊസൈറ്റിയിൽ പല തട്ടിലുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ക്രൗഡ്സ് അവിടെ കോമൺ പീപ്പിളുമായിട്ടും അല്ലെങ്കിൽ ഓൾ കൈൻഡ്സ് ഓഫ് പീപ്പിളുമായിട്ട് നമ്മളൊന്ന് ഇടപെടാൻ നമുക്കറിയായിരിക്കണം. അവിടെ എന്ത് ശ്രദ്ധിക്കണം? കീപ്പ് യുവർ വെർച്യൂ. നീ ആരാണെന്ന് മറന്നിട്ട് അതിനകത്തേക്ക് ഇറങ്ങരുത്. പകരം എന്തായിരുന്നു അവിടെ വെർച്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്? വെരി കെയർഫുൾ എബൌട്ട് യുവർ ക്വാളിറ്റി, യുവർ വെർച്യൂസ്. കാരണം നിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നിൻ്റെ ക്വാളിറ്റീസാണ്. അപ്പം അത് നീ എന്ത് ചെയ്യരുത്? എത്ര അതിനകത്തേക്ക് ഇറങ്ങിച്ചെന്നാലും ഏതെല്ലാം ആളുകളുമായിട്ട് ഇടപെട്ടാലും നിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ നീ നോക്കണം, അല്ലേ? സൊസൈറ്റിയിൽ പല തട്ടിൽ നിൽക്കുന്ന ആളുകൾ, പല ശ്രേണിയിലുള്ള ആളുകളുണ്ട്, അത് ശ്രദ്ധിക്കണം. വർക്ക് വിത്ത് ദ കിങ്സ്. സൊസൈറ്റിയിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ റിച്ച് ആയിട്ടുള്ള, അല്ല ഗ്രേറ്റ് ആയിട്ടുള്ള ആളുകളോടൊപ്പം നീ നടക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇടപെടേണ്ടി വരും. നോ ലോസ് ദ കോമൺ ടച്ച്. പക്ഷേ ഞാൻ നടക്കുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള അപ്പർ ക്ലാസ് അല്ലെങ്കിൽ പിന്നെ ക്രീമി ലെയറുമായിട്ട് മാത്രമാണ് ഞാൻ ഇടപെടുകയുള്ളൂ എന്നുള്ള രീതിയിലല്ല. നോ ലോസ് ദ കോമൺ ടച്ച്. നിൻ്റെ ഹംബിൾനെസ്, നിൻ്റെ ഹ്യൂമിലിറ്റി. ആ കോമൺ ടച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നിൻ്റെ ഹ്യൂമിലിറ്റിയാണ്. അപ്പോൾ അതും എന്ത് ചെയ്യരുത്? മറക്കരുത്. നൈദർ ഫോഴ്സ് മീൻസ് എനിമീസ് ഓർ ഫ്രണ്ട്സ് ക്യാൻ ഹർട്ട് യു. അങ്ങനെ ഒരു ക്വാളിറ്റി നിന്നിൽ ഉണ്ടാകുമ്പം എന്ന് പറഞ്ഞാൽ അചഞ്ചലമായ ഒരു ക്വാളിറ്റിയാണത്. കാരണം വളരെ ഉയർന്ന ക്ലാസ്സിലുള്ളവർക്കും താഴ്ന്ന ക്ലാസ്സിലുള്ളവർക്കും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല.
കാരണം എന്താ, നീ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് നിൻ്റേതായ ചില ക്വാളിറ്റീസ് ഉണ്ട്. അത് ആരുടെ ഒപ്പം നടന്നാലും അതിന് കോട്ടം വരരുത്. അപ്പോൾ എന്താണ്, ഫോഴ്സ് നവർ ഫ്രണ്ട്സ് ക്യാൻ ഹർട്ട് യു. അപ്പോൾ നിന്നെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓൾ മെൻ കൗണ്ട് വിത്ത് യു ബട്ട് നൺ ടു മച്ച്. ഒരു പക്ഷേ നമുക്ക് എല്ലാത്തരം ആളുകൾക്കും അവർക്ക് അവരുടേതായ ഇമ്പോർട്ടൻസ് അവർ ഒരു പക്ഷേ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യും, അങ്ങനെയൊക്കെ വേണ്ടി വന്നേക്കാം, ചെയ്തു കൊടുക്കുകയും ചെയ്യണം, അത് നല്ലത് തന്നെ. പക്ഷെ അതിലെല്ലാം ടൂ മച്ച് വേണ്ട, അത് ഒഴിവാക്കണം. വളരെ നല്ല നമ്മളെ ഓവർ ഡിപ്പെൻഡൻസ് ഒന്നിനും വേണ്ട, മുകളിലേക്കും വേണ്ട, താഴേക്കും വേണ്ട, ഇങ്ങോട്ടും വേണ്ട. ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗിവിങ് മിനിറ്റ്, ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ലൈനാണ്. അൺഫോർഗിവിങ് മിനിറ്റ്, ഒരു മിനിറ്റ് എന്ന് നമ്മൾ പറയുമ്പം അതൊരു ടൈം ഈസ് പ്രഷ്യസ്. വേറെ ഒന്നും നമുക്ക്, രണ്ട് കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്, ഒന്ന് വിൽ പവർ, പിന്നെ ടൈം ഈസ് വെരി പ്രഷ്യസ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യരുത്, അൺഫോർഗിവിങ് മിനിറ്റാണ്. കാരണം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്സ് വർത്താണ്, അത് 60 സെക്കൻഡ് ഉണ്ട് അതിനകത്ത്. അപ്പം ആ പ്രൈസ്ലെസ് ആയിട്ടുള്ള ടൈമിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. യു ക്യാൻ ഫിൽ ദ അൺഫോർഗിവിങ് മിനിറ്റ് വിത്ത് 60 സെക്കൻഡ്സ് വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ. യുവേഴ്സ് ഈസ് ദെയർ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ ശ്രദ്ധിക്കുകയാണെങ്കിൽ, യുവേഴ്സ് ഈസ് ദ എർത്ത് ആൻഡ് എവറിത്തിങ് ദാറ്റ് ഈസ് ഇൻ ഇറ്റ്. നിൻ്റേതാണ് ഈ ലോകം മുഴുവനും, അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാം നിൻ്റേതാണ് എന്ന് പറഞ്ഞാൽ നിനക്ക് നിൻ്റേതായൊരു വ്യക്തിത്വം, നിനക്ക് എല്ലാം നീ വിചാരിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും ബുദ്ധിമുട്ടില്ല. വിച്ച് ഈസ് മോർ, യു വിൽ ബി എ മാൻ മൈ സൺ. ഇതിലെല്ലാം ഉപരി ആൻ ഐഡിയൽ ഹ്യൂമൻ ബീയിങ്, എ ട്രൂ ഹ്യൂമൻ ബീയിങ്. അതാണ് പോയത്തിൻ്റെ സാരാംശം. അപ്പോൾ എല്ലാം കണ്ടീഷൻസ് വെച്ചിരിക്കുകയാണ്. ഈ കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്യുമ്പോൾ ലാസ്റ്റ് വരുന്ന ആരാണ്, ഒരു ഐഡിയൽ ഹ്യൂമൻ ബീയിങ് ആണ്. ഓക്കെ, ഒരു ചെറിയ റിവ്യൂ സമ്മറിയും രണ്ടും കൂടെ ഒന്നിച്ചങ്ങ് തരാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ രണ്ടും വന്നാലും സമ്മറി ചോദിച്ചാലും റിവ്യൂ ചോദിച്ചാലും എഴുതാം. അതുപോലെ പോയറ്റിക് ഡിവൈസസ്, മേജർ ഡിവൈസസ് മാത്രമേ തരുന്നുള്ളൂ. മൈനറായിട്ടുള്ള ഇപ്പോൾ അലിട്രേഷൻ, മിക്കവാറും പോയത്തിലൊക്കെ അലിട്രേഷൻ, എസണൻസ്, പിന്നെ കോൺസണൻസ് സംഭവങ്ങളൊക്കെ എല്ലാത്തിലും ഉണ്ട്. പക്ഷെ മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ, പിന്നെ സിംബൽസ്, അതൊക്കെ നിങ്ങൾക്ക് തന്നേക്കാം. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.